ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയും തേടി ആ ഒരു വലിയൊരു ഓഫർ വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരനാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നത്. വലിയൊരു ബംഗ്ലാവ് ഉണ്ട്, അത് 5 കോടിയുടെ ബംഗ്ലാവാണ്, പക്ഷേ 3 കോടിക്ക് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സകല ഡീറ്റെയിൽസും പറഞ്ഞ് ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുക. ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശ്രുതി ഇത് നോക്കി, ശ്രുതി നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കും ഇഷ്ടപ്പെട്ടു. അതേ ശ്രുതി, നമുക്കിത് ഒന്ന് പോയി കണ്ടാലെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും പോയി കാണണം എന്ന രീതിയിൽ സംസാരിക്കുകയാണ്. എന്തായാലും നീ ഇത് കൊണ്ടുവന്നതല്ലേ, നമുക്ക് ഏതായാലും ഇതങ്ങോട്ട് ഉറപ്പിച്ചാലോ, നമുക്കത് പോയി കണ്ട് നീ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ലോൺ എടുത്ത് നമുക്ക് ഈ വീട് അങ്ങോട്ട് മേടിക്കാം എന്നൊക്കെ കൂട്ടുകാരനൊക്കെ പറയാം. ശരി എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ, ഞങ്ങൾ അപ്പോൾ അവരോട് ഉറപ്പ് പറയട്ടെ. ഉറപ്പ് പറഞ്ഞോടാ നീ. നല്ലതൊക്കെ വരുമ്പോൾ നമ്മളെപ്പോലൊരു കൂട്ടുകാരനെയൊക്കെ മറക്കല്ലേ, ഒരിക്കലുമില്ല, ഞാൻ നിന്നെ മറക്കോടാ, നീ അല്ല എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് പോവാം. അങ്ങനെ ശ്രുതി പറയാണ്, അവരെ ആൾക്കാരെ വിളിച്ചിട്ട് പറയാണ്, ആ പടം അങ്ങോട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി എന്താ ആ ഫോട്ടോ വീണ്ടും വെക്കാനായിട്ട് പോകണം. അതേ, കണ്ണേറമ്മയുടെ ഫോട്ടോ ഇവിടെ വന്നപ്പോൾ നീ എന്തെല്ലാം ഓഫറുകളാണ് നമുക്ക് കിട്ടുന്നത്. വെച്ചടി കയറ്റുമല്ലേ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം കണ്ണേറമ്മൻ അങ്ങനെ കളയാൻ പറ്റില്ല. അയ്യോ, ആൻറ്റി എങ്ങാനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പണി പാളേ, അതിനമ്മ ഇങ്ങോട്ട് വന്നാലേ ആ സമയത്ത് നമുക്ക് ഫോട്ടോ എടുത്ത് മാറ്റാന്നേ. അപ്പോൾ സ്റ്റാഫുകളെല്ലാം വന്ന് കണ്ണേറമ്മയുടെ ഫോട്ടോ അങ്ങോട്ട് വെക്കുക. കണ്ണേറമ്മയുടെ കണ്ണ് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിയാണെങ്കിലും ദൈവം ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് തന്നെ പേടിയാവുകയാണല്ലോ എന്ന് ശ്രുതി ഇങ്ങനെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയിട്ട് ഇങ്ങനെ ഓടി നേരെ മുന്നിൽ ചെന്നത് ചന്ദ്രയുടെ മുന്നിൽ. അപ്പോൾ ഇത് കണ്ട ചന്ദ്രയ്ക്ക് കാലി വരിക, നിങ്ങൾ എന്ത് ഈ കാണിച്ചു കൂട്ടും, നിങ്ങളെന്താ കൊച്ചു പിള്ളേരാണെന്ന് നിങ്ങളുടെ വിചാരം, വീടിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടിക്കൂട്ടുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയോടെ കിടന്ന് വഴക്ക് പറയാം. അപ്പോൾ സച്ചി ആണെങ്കിൽ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രവി ചോദിക്കണം, എന്താണ് സച്ചി നീ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്നത്? ചോദിക്കച്ചാ അച്ഛ, ഞാൻ ചിരടുന്ന തേങ്ങ മുഴുവനും ഈ സച്ചിയേട്ടൻ തിന്ന് തീർക്കുവാന്നേ. ഓ അത് ശരി, അപ്പം അതിന് വേണ്ടിയാണല്ലേ കിടന്ന് ഓടിക്കൂടിയത്. അപ്പം ചന്ദ്ര നാണം കെട്ടവൻ, നാണമില്ലാത്തവൻ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതിയും ഒക്കെ അച്ഛാ അമ്മയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വരുന്നത്. എന്താടാ? അതൊക്കെ പറയാം, ആദ്യം ഈ സ്വീറ്റ് എടുക്കുക. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ സ്വീറ്റൊക്കെ തിന്നാൻ വരട്ടെ. എന്തെങ്കിലും വിശേഷമുണ്ടോ ശ്രുതി? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഇല്ല ആൻറ്റി വിചാരിക്കുന്ന പോലൊരു വിശേഷമൊന്നും ഇല്ല ആൻറ്റി. അത് ശരി, പിന്നെ എന്തിനാ സ്വീറ്റ് എന്ന് ചോദിക്കുമ്പോൾ അമ്മേ അതൊക്കെ പറയാന്നേ, അമ്മ ഈ സ്വീറ്റൊക്കെ ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി സ്വീറ്റ് കൊടുക്കുക. അതിനുശേഷം ഞങ്ങൾക്ക് വലിയൊരു പ്രോഫിറ്റ് കിട്ടി അമ്മേ. അന്ന് നമുക്ക് നമ്മുടെ കൂടെ മീറ്റിംഗ് കൂടെ ആളില്ലേ, അയാൾക്ക് നല്ല പ്രോഫിറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അയാൾ 10 ലക്ഷം രൂപയാണ് എനിക്ക് പ്രോഫിറ്റായിട്ട് തന്നത് എന്ന് പറയാ. 10 ലക്ഷം രൂപയോ? അപ്പോൾ സച്ചിയും രവിയൊക്കെ കണ്ണും പിടിച്ചിങ്ങനെ നോക്കിയാ, ശ്രീകാന്തും വർഷയൊക്കെ ഇങ്ങനെ കണ്ണുപിടിച്ച് നോക്കി. അപ്പോൾ ചന്ദ്രൻ ചോദിച്ചുകൊണ്ടിരിക്കണ, 10 ലക്ഷം രൂപ കിട്ടിയോടോ? അതേന്നെ, എൻ്റെ ആ ഒരു മിടുക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ 10 ലക്ഷം രൂപ അയാൾ എനിക്ക് പ്രോഫിറ്റായിട്ട് തന്നു. ഞാൻ അതേപോലുള്ള ബിസിനസ്സാണ് അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തതെന്ന് പറയാണ്. എൻ്റെ പൊന്നു മോനെ, അമ്മയ്ക്ക് സന്തോഷമായിടാ. സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ നിൽക്കുകയാണ്. അമ്മേ അതുകൊണ്ട് എന്താ അമ്മയ്ക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. സർപ്രൈസോ? അതേന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്വർണ്ണവളയെടുത്ത് നമ്മുടെ ചന്ദ്രയ്ക്ക് നേരെ നീട്ടുകയാണ്. ഇത് സ്വർണ്ണവളയാണോടാ? അതെ അമ്മേ, ഇത് അമ്മയ്ക്ക് ഞാൻ മേടിച്ച സ്വർണ്ണവളയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ്. രവിയേട്ട് ഇത് കണ്ട് സ്വർണ്ണവള തന്നിരിക്കുന്നു എൻ്റെ മോൻ. എനിക്ക് ഇവനെക്കുറിച്ച് ഓർത്തിട്ട് അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ശ്രുതി പറയണം, ആൻറ്റി എങ്ങനെയുണ്ട് ആൻറ്റിക്ക് സ്വർണ്ണവള ഇഷ്ടപ്പെട്ടോ? പിന്നെ അല്ലാതെ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാം. അമ്മേ ഇനിയും അമ്മയ്ക്ക് കുറേ സർപ്രൈസുകളൊക്കെ വരാനുണ്ട്. ഇനിയും സർപ്രൈസുകൾ വരാറുണ്ട്. അതിൻ്റെ കയ്യിലേക്ക് ഇടുകയാണ്. എൻ്റെ ദൈവമേ, ഇത് കണ്ടിട്ട് എനിക്ക് കൊതിയാവുകയാണ്. എൻ്റെ അച്ഛൻ എനിക്ക് ഇതേപോലെ സർപ്രൈസുകളെല്ലാം തന്നിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്, പക്ഷേ കല്യാണത്തിന് ശേഷം ഇതൊന്നും കിട്ടിയിട്ടില്ല. എന്നെ സ്നേഹിക്കുന്നവരാരും എനിക്ക് ഇതേപോലുള്ള സമ്മാനങ്ങളൊന്നും മേടിച്ചു തന്നിട്ടില്ല. എൻ്റെ സുതിമോൻ എനിക്കിതൊക്കെ മേടിച്ചു തന്നത് കണ്ടില്ലേ? പിന്നെ അച്ഛനും ഉണ്ട് സർപ്രൈസ്. എന്താടാ, തോർത്താണോ? അച്ഛ ഒന്ന്. എന്താ രവിയേട്ടാ ഇങ്ങനെ പറയുന്നത്? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളു. ഇതങ്ങോട്ട് പിടിച്ചേ, മുണ്ട് ഷർട്ടും കൊടുക്കാം. എന്തിനാടാ വെറുതെ പൈസ കളയുന്നത്? ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? ഇത് കേട്ട് നിന്ന് നമ്മുടെ സച്ചിയാണെങ്കിലും, ഓ അത് ശരി, അമ്മയ്ക്ക് സ്വർണ്ണവള,
അച്ഛനും മുണ്ടും ഷർട്ടും. എടാ അച്ഛനൊരു ബ്രേസ്ലെറ്റെങ്കിലും നിനക്ക് മേടിച്ച് കൊടുക്കായിരുന്നില്ലേടാ എന്ന് ചോദിക്കുമ്പോൾ സുധിയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. അപ്പം രവി, സാരിലട സച്ചി, എടാ എനിക്കെന്തിനാടാ ഈ ബ്രേസ്ലെറ്റൊക്കെ, മുണ്ട് ഷർട്ട് തന്നെ ധാരാളം, കേട്ടോടാ അച്ഛൻ പറയുന്നത് എന്ന് സുധി പറയാണ്. അച്ഛാ, ഇതുകൊണ്ടൊന്നും തീർന്നില്ല അച്ഛാ, ഇനിയും സർപ്രൈസുകൾ വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയും സർപ്രൈസ് വരാനുണ്ടോ? അപ്പോൾ നമ്മുടെ ചന്ദ്രൻ പറയണം, എന്നാലും എൻ്റെ ഇത്രയും മക്കളുണ്ടായിട്ട് എൻ്റെ സുധിമോനും എൻ്റെ ഒരേ ഒരു മരുമകൾക്ക് മാത്രമല്ലേ എനിക്ക് ഇതേപോലുള്ള മേടിച്ചു തരാനുള്ള ഇതൊക്കെ തോന്നിയുള്ളൂ. ഇത് കേട്ടോ വർഷയൊക്കെ തീരെ പിടിച്ചില്ല. അപ്പോൾ വർഷ, എന്താ ആൻറ്റി, അപ്പം ഞങ്ങളാരും ആൻറ്റിക്കൊന്നും മേടിച്ചു തരുന്നില്ലെന്നാണോ ആൻറ്റി പറയുന്നത്? അയ്യോ മോളെ, ഞാൻ ആ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. അല്ല, ഇവനിങ്ങനെ വലിയ പ്രോഫിറ്റൊക്കെ കിട്ടി ജോലി സമ്മാനങ്ങളെ മേടിച്ചു തരുമ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ മോളെ. അമ്മേ, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടമ്മേ, അത് നിങ്ങളെല്ലാവരുടെ മുന്നിലേക്ക് ഞങ്ങൾ പൊളിക്കാൻ പോവാണ്. എന്ത് കാര്യം? അതെ, ഞാനൊരു വീട് മേടിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. വീട് മേടിക്കാൻ തീരുമാനിച്ചോ? അതെ അമ്മേ, ഞങ്ങളൊരു വീട് മേടിക്കാൻ തീരുമാനിച്ചു. അത് വീടെന്ന് പറയാൻ പറ്റില്ല, ബംഗ്ലാവാണ്. ഇതിനെപ്പോഴേക്കെടാ ഇതിനേക്കുള്ള ഇതൊക്കെ ഉണ്ടോ? അതേ അച്ഛാ, ഇതൊക്കെ ഞാൻ വലിയ ബിസിനസ് മാൻ ആയിക്കൊണ്ടിരിക്കുകയല്ലേ, എനിക്ക് പ്രോഫിറ്റുകളല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വീട് അങ്ങാട് ഞാൻ മേടിക്കാൻ തീരുമാനിച്ചെന്ന് പറയുമ്പോൾ സച്ചിക്കും രേവതിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുക. അപ്പോൾ രവിക്ക് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ചേട്ടാ, നന്നായിട മക്കളെ, നിങ്ങൾ ഏതായാലും വീട് മേടിക്കാനായിട്ട് തീരുമാനിച്ചല്ലോ. അതേ അച്ഛാ, ഞങ്ങളൊരു വീട് മേടിക്കാൻ തന്നെ തീരുമാനിച്ചു. അച്ഛൻ കണ്ടോ അച്ഛാ, അത് നിസ്സാര വീടല്ല, കണ്ടാലേ ഞെട്ടിപ്പോകുന്ന വീടാണ്. എൻ്റെ കൂട്ടുകാരനാ ഈ വീടിനെ കുറിച്ച് പറഞ്ഞത്. ഞങ്ങളെ പെട്ടെന്ന് തന്നെ ആ വീട് കാണാനായിട്ട് പോകുന്നുണ്ട് അച്ഛാ. ഏതായാലും നന്നായി മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുക. പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതി ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഊഞ്ഞാലിങ്ങനെ കിടക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സച്ചി വരികയാണ്. സച്ചി വന്നിട്ട് രേവതി എന്ന് പറഞ്ഞിട്ട് കാലിൽ പിടിക്കണം. അയ്യോ എൻ്റെ അമ്മേ, ഞെട്ടിപ്പോയല്ലോ സച്ചിയേട്ടനായിരുന്നോ? പിന്നെ ഇത്ര ധൈര്യത്തോടെ നിൻ്റെ കാല് പിടിക്കാനായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചുമ്മാ പേടിച്ചു പോയി. എന്താ രേവതി, ഒരു മൂഡ് ഓഫ്? അല്ല, പതിവില്ലാതെ ഇവിടെയൊക്കെ വന്ന് കിടക്കുന്നു, എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സച്ചിയേട്ടാ മനസ്സിലായി, അവർ പുതിയ വീട് മേടിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സങ്കടം വരുന്നല്ലേ സച്ചിയേട്ടാ. അതെനിക്ക് കുശുമ്പും കുന്നായ്മയും കൊണ്ടല്ല സച്ചിയേട്ടാ, അവർ പുതിയ വീട് മേടിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം അമ്മയും പോകൂലേ? തീർച്ചയായിട്ടും. സുധി വീട് മേടിച്ചു കഴിഞ്ഞാൽ സുധിയുടെ പിന്നാലെ അമ്മയും പോകും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇവിടെ എപ്പോഴും നടന്നുകൊണ്ടിരുന്ന എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് വീട് മാറി പോകുന്നത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്നു സച്ചിയേട്ടാ. അമ്മ ഇവിടെ നിന്ന് പോകണ്ടായിരുന്നു സച്ചിയേട്ടാ എന്ന് പറയാം. എന്ത് ചെയ്യാനാ, നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം രേവതി, നമുക്കേ അവനോട് പോയി പറയാം, ഇനിയിപ്പോൾ വീടിനെ കുറിച്ച് ആലോചിക്കണ്ട, നിങ്ങൾ വീട് മേടിക്കാൻ നിൽക്കരുത്. അയ്യോ സച്ചിയേട്ടാ, അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയുന്നറിയാവോ? സച്ചിയേട്ടൻ്റെ കുശുമ്പ് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അങ്ങനെയല്ലേ പറയാം. രേവതി, നീ ആ പറഞ്ഞ കാര്യം സത്യം തന്നെയാ, അവരങ്ങനെ പറയുള്ളൂ, നമുക്ക് കുശുമ്പ് കൊണ്ടാണെന്ന്. കാരണം നമ്മളൊരു റൂം മോളിൽ കെട്ടാൻ തീരുമാനിച്ചിട്ട് അത് ഇതുവരെ നടന്നില്ലല്ലോ. അപ്പോൾ പണവും സമ്പാദ്യവും ഒന്നുമില്ലാത്ത സച്ചിക്കും രേവതിക്കും അവർ വീട് മേടിക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ കുശുമ്പാണെന്ന് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് നമുക്കത് പറയണ്ടല്ലേ? വേണ്ട സച്ചിയേട്ടാ, അതൊന്നും പറയണ്ട. രേവതി, നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട. പിന്നെ അവർ പോകുമ്പോൾ നമുക്കൊരു ലെക്ക ഉണ്ടാകാൻ പോകുന്നത്. ലെക്കോ? എന്ത് ലെക്ക്? അതെ, സുധിയും ശ്രുതിയും പോയി കഴിയാൻ നേരത്തെ നമുക്ക് അവരുടെ റൂം കിട്ടുമല്ലോ. അപ്പം നമുക്ക് മേളിൽ വേറെ റൂം കെട്ടണ്ട, അപ്പം നമ്മുടെ പൈസ ലാഭം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. സച്ചിയേട്ടൻ പറഞ്ഞത് കുശുമ്പ് കൊണ്ടല്ലെന്ന് എനിക്കറിയാം. സച്ചിയേട്ടൻ സ്വാർത്ഥത കാരണമല്ലെന്ന് മനസ്സിലായി. കാരണം നമ്മളാരും പറഞ്ഞിട്ടല്ലല്ലോ അവരിവിടെ നിന്ന് പോകുന്നത്, അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ ഇവിടെ നിന്ന് വീട് മാറി പോകാനായിട്ട് പോകുന്നത്. അതേ ശ്രുതി, അതേ രേവതി, അങ്ങനെ തന്നെയാ. അപ്പോൾ നമുക്ക് ആ റൂം കിട്ടൂലേ? അപ്പോൾ പൈസ ആർക്കാ ലാഭം? നമുക്ക് ലാഭം. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിനെ എനിക്കൊരു ചക്കര തന്നേ. ശരി സച്ചിയേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ അടുക്കളയിൽ പോയി ചക്കര എടുത്തിട്ട് വരാം. അയ്യോ രേവതി, ആ ചക്കരയല്ല, പിന്നെ അതെ ചക്കരയുമ്മ എന്ന് പറയാം. അയ്യടാ, ചക്കരയുമ്മയും ചോദിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോ? എന്താ രേവതി, ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, നീ എനിക്കൊരു ചക്കരയുമ്മയൊക്കെ തരണ്ടേ? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് രേവതി ശരിയാവുന്നത്? രേവതി, അതെ ഇവിടെ ആരെങ്കിലുമൊക്കെ കണ്ടാലോ സച്ചിയേട്ടാ? ആര് കാണാനായിട്ട്? പിന്നെ
ഓരോരുത്തർ റൂമിൽ കയറി ഇരുന്ന് ചക്കരൂമയൊക്കെ കൊടുക്കണമായിരിക്കും, നീ മാത്രം തരാത്തത്. ഇത് കേട്ട രേവതിക്ക് ചിരി വരിക. അങ്ങനെ രേവതി നമ്മുടെ സച്ചിയുടെ കവളിൽ ഒരു ചക്കര ഉമ്മയും കൊടുത്തിട്ട് ഒറ്റ ഓട്ടമാണ്. സച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നീട് ശ്രുതിയും കൂടി ആ ഒരു വീടിൻ്റെ മുന്നിൽ എത്തിരിക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഞെട്ടിപ്പോയി. എൻ്റെ ശ്രുതി വീട് നോക്കിയേ, എൻ്റെ ദൈവമേ, ഫോട്ടോ കണ്ട പോലെ ഇത് അടിപൊളിയാണല്ലോ, ഇത് വീടായിട്ട് കണക്ക് കൂട്ടാനേ പറ്റില്ല, ബംഗ്ലാവ്. അപ്പോൾ നമ്മുടെ ശ്രുതിയും പറയണം, അതേ ശ്രുതി, ഞാൻ സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു വീട് കണ്ടിട്ടേയില്ല, ഭയങ്കര രസമായിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കോളിംഗ് ബെല്ലടിക്കുകയാണ്. ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴേ കൂട്ടുകാരനുണ്ട് കൂടെ. അതിൻ്റെ യഥാർത്ഥ ഓണർ വന്ന് കഥ തുറക്കാം. നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. അതെ, ഞങ്ങൾ ഈ വീട് നന്നായിട്ട് സൂക്ഷിക്കുന്നവർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. പിന്നെ സുധി നല്ലൊരു വിദ്യാഭ്യാസമുള്ള ആളാണല്ലോ, നിങ്ങൾ ഈ വീട് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളൂന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇവൻ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ തരാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. തീർച്ചയായിട്ടും സാർ. അല്ല, നിങ്ങളുടെയൊക്കെ പേരെന്താണ്? ശ്രുതിയും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രണ്ട് ഭാര്യയും ഭർത്താവുക്കും ഒരു മേച്ചുള്ള പേരാണ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരനാണെങ്കിൽ മേച്ചുള്ള പേര് മാത്രമല്ല, അവരുടെ മനസ്സും നല്ല മേച്ചുള്ളതാണ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. എങ്കിലേ നിങ്ങൾ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പോവാം. അപ്പോൾ ഈ കൂട്ടുകാരനോടാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേടോ. സാറേ, സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവർക്കെല്ലാം കൊണ്ട് ഓക്കെയാണ് എന്നൊക്കെ പറയാം. അങ്ങനെ ശ്രുതിയും കൂടി ആ ഒരു പരിസരമൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. കിടന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവം എന്ത് രസമാണല്ലേ, നല്ല വിശാലമായി കിടക്കുന്ന ഈ മുറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മോർണിംഗും ഈവനിങ്ങും ഒക്കെ ജോയിങ് ചെയ്യാനായിട്ട് നല്ല വിശാലമായ സ്ഥലങ്ങളുണ്ട്. ശ്രുതി, എനിക്ക് ഈ വീട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കും അതേ ശ്രുതി, എനിക്ക് ഈ വീട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതങ്ങോട്ട് മേടിച്ചാലോ? തീർച്ചയായിട്ടും നമുക്കിത് മേടിക്കാം. ഞാൻ സ്വപ്നം കണ്ടതുപോലെ നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടിയിരിക്കുകയാണ്. അതെ, നമ്മളിനി വെച്ചടി കയറും, നമ്മുടെ ജീവിതം അങ്ങോട്ട് മാറി മറിഞ്ഞു ശ്രുതി എന്ന് പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.